എടാ കമല, നീ എന്ന് എന്റെ കാശ് കൊണ്ടു തന്നാലും മറന്നുപോയോ? ഞാനാ? ആ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വെച്ച് അച്ഛനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു തന്ന ആ 4200 രൂപ കളക്ഷനേ എടാ ഇപ്പോഴും എന്റെ പോക്കറ്റിലുണ്ടെന്ന്. എന്തുവാടോ പിള്ളേ ഒരു കുശുകുശപ്പ്? ചുമ്മാ ഈ കണക്കിന്റെ കാര്യങ്ങളൊക്കെ പൊന്നിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഡേ നീ ചായ കൊടുത്തു കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ ഓസ് എടുത്തോണ്ട് പോയി ആ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്ക്. ഓ ഡാ വിഷ്ണുവേ, നിന്റെ കൂട്ടുകാരനോടെ ഞാൻ ഇവിടം വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആര്? കമലിനോടോ? അല്ല, നീ നിന്റെ ഓട്ടോ ഓടിക്കാൻ കൊടുത്തിരിക്കുന്നത് കമലല്ലയോ? എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീപ്പിൽ പോവാലോ അച്ഛാ. എന്തിനാ വെറുതെ കമലിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ? ഒരു ഓട്ടം ഓടിക്കാൻ തന്നെ. പിന്നെ അവൻ വരുവാണെങ്കിലേ ഇവിടെ നിൽക്കാൻ പറയണം. ഞാൻ എന്റെ ഡയറി എടുത്തോണ്ട് വരട്ടെ. എന്താ? കമലൻ എന്തോ കുഴപ്പമുണ്ടാക്കുന്ന തോന്നുന്നത്. അതോ ഇനി എവിടെയെങ്കിലും ഓട്ടം പോവാനാണോ? കമലിന് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. അച്ഛന് ചിലപ്പോ ഓട്ടോയിൽ എവിടെയെങ്കിലും ഓട്ടം പോകാൻ വേണ്ടിയായിരിക്കും, അല്ലേ പിള്ളച്ചേട്ടാ? 100 ആയിസ ദേ ആളെത്തി. ഇന്നലെ രാത്രി ഒരു ഹോസ്പിറ്റലിലോട്ടുണ്ടായിരുന്നു. സേവനമാണ്. അത് കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോ തന്നെ മണി 12 കഴിഞ്ഞു. രാവിലെ തന്നെ രാഘവ സാറിന് ഒരു കോള്, അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരണമെന്ന്. വലിയൊരു ഓട്ടമുണ്ടത്രേ. അല്ല, എവിടേക്കാ വിളിച്ചേട്ടാ ഈ വലിയൊരു ഓട്ടം? അത് തന്നെ ഞങ്ങളും പറഞ്ഞോണ്ടിരിക്കുന്നത്. ശിവനോട് പോലും പറയാതെ ഇങ്ങനെ ഒരു ഓട്ടം വിളിക്കണമെങ്കിൽ അത് കമലന്റെ ഓട്ടത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ. അതെ, ഈ ഓട്ടോസ്ത്രീയുടെ ഒരു പ്രത്യേകത തന്നെയാ. ഒരു വട്ടം കേറുക, പിന്നെയും കേറാൻ തോന്നും. കോളേജ് പെമ്പിളുടെ ഇഷ്ട ഓട്ടോ ഏതെന്ന് ചോദിച്ചാൽ ആദ്യം ചൊല്ലുന്നത് ഈ ഓട്ടോശ്രീ ആയിരിക്കും. ഈ കമലന്റെ ഓട്ടോശ്രീയെ യാത്രക്കാരെ നോക്കി അവരുടെ മനസ്സ് മനസ്സിലാക്കി ഓടുന്ന ഒരേ ഒരു ഓട്ടോയേ ഉള്ളൂ. അത് നമ്മുടെ ഓട്ടോശ്രീയാ. അല്ല, ഷുഗർ ചെക്ക് ചെയ്യാൻ പോന്ന സ്ഥിര അമ്മമ്മമാരും അപ്പച്ചന്മാരൊക്കെ ഉണ്ട്. അവർ ഉറക്കം ഉണർന്നു കഴിഞ്ഞാ ആദ്യം തിരക്കുന്നത് ഈ ഓട്ടോശ്രീയാ, കമലന്റെ ഓട്ടോശ്രീ. ചുരുക്കത്തില് ഈ പ്രദേശത്തെ ഒഴിവാക്കാൻ പറ്റാത്ത പ്രധാന ഓട്ടോയായി ഓട്ടോശ്രീ മാറിയെന്ന് പറയുന്നതാവും ശരി, അല്ലേ? ഞാൻ അങ്ങനെ ആക്കിന്ന് പറയുന്നതാണ് ശരി. വയറ്റിപ്പഴപ്പല്ല ആശാനെ, ഇതോടിച്ച് ഒരു കുടുംബം ഞാൻ കൊണ്ടുപോകുന്നില്ലേ? വന്നല്ലേ സാറ്. എവിടേക്കാ സാറ് പോകേണ്ടത്? ദേ കമല റെഡിയാ, പോയി ഡ്രസ്സൊക്കെ മാറ്റിട്ട് വാന്നേ, നമുക്ക് പോവാന്നേ. നീയേ ആ ഓട്ടോയുടെ കീ എടുത്തേ. എന്തിനാ പൂജിക്കാനാണോ? ഒരു പൂജയ്ക്കാനാടാ. എന്നാ ഐശ്വര്യം ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. എന്താ സാറേക്ക് പിള്ളേ ഇത് പിടി. അല്ല, ഈ ബുക്കും മറ്റ് പേപ്പറുകളും ഒക്കെ വണ്ടിക്കകത്തനുണ്ടല്ലോ അല്ലേ? അതൊക്കെ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് സാറേ. എന്നാ നിനക്ക് പോവാം. വേഗം വിട്ടോടാ. അല്ല, എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇനിയേ നീ ഓട്ടോ ഓടിക്കണ്ട, അത്ര തന്നെ. എടാ, ഇപ്പൊ നിന്നെ ഈ ഓട്ടോ ഏൽപ്പിക്കുമ്പോഴേ കൃത്യമായിട്ടും അച്ഛന്റെ കയ്യിൽ വാടക ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ദിവസവും ഒരു 300 രൂപ വെച്ച്. എന്നിട്ടേ നീ എനിക്ക് തരുന്നുണ്ടോ? അല്ല, ഇങ്ങനെ പെട്ടെന്നൊക്കെ ചോദിച്ച. എടാ, കൃത്യമായിട്ട് പറഞ്ഞാല് എനിക്ക് 2 ആഴ്ചയായി നീ പൈസ തന്നിട്ട്, മനസ്സിലായാ? ഡബിളേ നോക്കടോ, എത്ര ഉണ്ടോ നോക്ക്. നോക്കടോ സാറേ, 4200. അതോ
4200 രൂപയുണ്ട്. എനിക്കേ മരുന്നും കുഴമ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാ ഈ ഓട്ടോ നിന്നെ കൊണ്ട് ഞാൻ ഓട്ടിപ്പിക്കുന്നത്. അത് നീ എനിക്ക് തരുന്നില്ലെങ്കിൽ പിന്നെ നീ ഈ ഓട്ടോ ഓടിക്കുന്നുണ്ടേ എനിക്ക് എന്തുവാടാ ഗുണം? ഗുണം നിനക്ക് മാത്രമല്ലേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതല് ആ ഗുണം ഞാനങ്ങ് നിർത്തുവാ. ഞാനേ വേറെ ആരെങ്കിലും വിളിച്ചേ ഈ ഓട്ടോ ഓടിപ്പിച്ചോളാം. അല്ല അച്ഛാ, അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഈ പൈസ ഞാൻ എടുത്ത് തരാൻ വേണ്ടി നിന്ന കൈ അല്ല അച്ഛാ. ഡാ എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കണം. നീ ഓടിച്ചിട്ടേ അത് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ മറ്റൊരു നോക്കുവാ. അല്ല എടാ കമല, നീ എന്ന് എന്റെ കാശ് കൊണ്ട് തന്നാലും മറന്നുപോയോ? ഞാനാ? ആ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വെച്ച് അച്ഛനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു തന്ന ആ 4200 രൂപ കളക്ഷനേ എടാ ഇപ്പോഴും എന്റെ പോക്കറ്റിലുണ്ടെന്ന്. അച്ഛാ കാശ് ഞാനങ്ങ് മറന്നുപോയതാ. ഇവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അല്ലടാ കമല? അല്ലെന്ന്. ഞാൻ ഇതാ ആലോചിച്ചേ, കാശ് കൊടുത്തതാണല്ലോ. പിന്നെ രാഘവ സാർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്? ആശാനെ, ഇനി ആശാനുകൾ ഞാൻ കാശ് തരില്ല കേട്ടോ. ഇപ്പൊ രാഘവ സാർ എന്നെ സംശയിച്ചില്ലയോ? ഇനി മുതൽ ഞാൻ വേറെ ആരുടെ അടുത്തും പൈസ കൊടുക്കില്ല. കൃത്യമായിട്ട് ഇവിടെ തന്നെ ഏൽപ്പിച്ചോളാം. അപ്പോ എനിക്കെതിരെയുള്ള വിലക്ക് മാറിയല്ലോ. പണം കിട്ടിയ സ്ഥിതിക്ക് അപ്പൊ എന്റെ ഓട്ടോ സ്ത്രീയായിട്ട് പോവാലോ. ആശ്വാസമായി. ഇപ്പഴാ ജീവൻ തിരിച്ചു വീണേ. എടാ കമല, ഞാൻ ഇപ്പോഴും പറയുവാ, ബന്ധം വേറെ കാശ് വേറെ. കൃത്യമായിട്ട് വാടക തരാക്കി മാത്രം നീ ഓട്ടോ ഓടിയാ മതി കേട്ടാ. ഇനി എന്നെ കൊണ്ട് ഇത് നീ പറയിപ്പിക്കരുത്. താക്കോല് വന്ന് വാങ്ങിക്കടാ. എന്താ വിഷ്ണു? അച്ഛാ ഞാനേ ഉടുപ്പിട്ടിട്ട് വരാം. നമുക്കൊരു സ്ഥലം വരെ പോണം. ശരി അച്ഛാ. പിള്ളേ ആ ഡയറിങ്ങ ചുമ്മാ നോയിക്കൊണ്ടിരിക്കുവോ? കണക്ക് പിള്ളേൻ പറഞ്ഞ്